ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ, അവർക്ക് ഇനി ഗോൾഡൊന്നും ഇട്ട് നമുക്ക് സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഡെയിലി ഇടാൻ പറ്റുന്ന ഒരു മോഡൽ കമ്മലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാതെ എങ്ങനെ ഉണ്ടാക്കണേന്ന്. അതിനായിട്ട് കുറച്ച് ബീഡ്സ് വേണം. കുറച്ചൊന്നും വേണ്ട കേട്ടോ, 4 ബീഡ്സ് മതി. 2 കമ്മലിനായിട്ട് 4 ബീഡ്സ്. അതിനായിട്ട് ഒരെണ്ണം കുറച്ച് വലിപ്പമുള്ള ബീഡ്, അത് പുതിയതൊന്നും വേണമെന്നില്ല കേട്ടോ. കളർ പോയ ബീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ അതിന് ചെറിയ സൈസ് ഒരു ബീഡ്, ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ നമുക്ക് കുറച്ച് ഷുഗർ ബീഡ്സ് വേണം. അത് ഒരേ കളറോ മിക്സഡ് കളറോ. ഞാനിപ്പോൾ മിക്സഡ് എടുക്കാൻ കാരണം എൻ്റെ ബീഡ്സ് മൊത്തം മിക്സായി പോയിട്ടുണ്ട്. എനിക്കിത് ഗൾഫിൽ നിന്ന് കൊടുത്തു വിട്ടതാണ് അച്ഛൻ. അപ്പോൾ അത് കൊറിയറിൽ വന്നപ്പോൾ, കാർഗോ വഴി വന്നപ്പോൾ അതാകെ മിക്സായിപ്പോയി. പിന്നെ ഞാനതൊന്നും മാറ്റാൻ നിന്നില്ല, തിരിയാനൊന്നും നമുക്ക് പറ്റില്ല ഷുഗർ ബീഡ്. പിന്നെ നമുക്ക് ഇതിനൊരു ഇയർ ഹൂപ്പ് വേണം. പിന്നെ നമ്മുടെ ഹെഡ് പിന്ന് വേണം. ഇത്രയും വേണ്ട, ഒരുപാട് ഐറ്റംസ് ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ B7000 ബ്ലൂ, ഇത്രയും മതി. നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബീഡിനെ നമ്മുടെ ഹെഡ് പിന്നിലേക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നന്നായിട്ട് പശ തേച്ച് കൊടുക്കാം. മൊത്തം പശ തേക്കുക. ഹോൾ അടഞ്ഞു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു കമ്പിയുടെ ഉള്ളിലേക്ക് കൂടി ഇട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് മൊത്തം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഷുഗർ ബീഡ്സിൽ ഒന്ന് മുക്കിയെടുക്കുക. അത്രയേ ഉള്ളൂ. അത് ഒരു കളറിലോ 2 കളറിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. മിക്സ് ആക്കിയിട്ടൊക്കെ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ട് നമുക്ക് ആ കളറിൽ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇനി നമുക്കത് കൂടുതലായിട്ട് നിൽക്കണമെങ്കിൽ അതൊന്ന് തട്ടിക്കളഞ്ഞാൽ അത് പൊക്കോളും. B7000 ആയ കാരണം അത് ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ നല്ല പശയാട്ടോ, പെട്ടെന്നൊന്നും വിട്ടുപോരുമൊന്നുമില്ല. ഒന്ന് പ്രസ് ചെയ്ത് അതിനൊന്ന് ഓർഡറാക്കി കൊടുക്കുക. ഞാൻ ആദ്യം ആ വലിയ ബീഡ് വെച്ച് ചെയ്തത് കേട്ടോ. അത് ആ പിങ്ക് കളർ ബീഡ്സാണ് എടുത്തത്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി. ഞാനത് എടുക്കാനായിട്ട് ഓൺ ചെയ്തതായിരുന്നു എൻ്റെ ഓർമ്മ, പക്ഷെ അത് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പിങ്ക് കളറ് ബീഡ് ഞാൻ സെറ്റാക്കുന്നതിൻ്റെ വീഡിയോ ഇല്ല. അത് പെട്ടെന്ന് എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഞാനിത് ഗ്രീനും മിക്സായി കിടക്കുന്ന ആ ഒരു കളറാണ് എടുത്തത്. അടുത്ത ബീഡും നമുക്കതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരേ കളറിൽ 2 ബീഡ്, ഒരേ കളറിൽ 2 ബീഡ്, അങ്ങനെ 4 ബീഡാണ് കമ്മലിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. 2 എണ്ണം ആ പച്ച കളർ മിക്സ് ആയിട്ടുള്ളതും, പിന്നെ 2 എണ്ണം വലിയ ബീഡ് പിങ്ക് കളറും, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം കേട്ടോ. നമുക്കിനി ഒറ്റ കളർ വെച്ച് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഒരേ കളറിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ബീഡ് കൊണ്ട് നമുക്ക് ഹെയർ ബാൻഡ്, മാല, ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്തെടുക്കാം. നമുക്കത് സെറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം. കളറിന് ഹെയർ ബാൻഡും ബ്രേസ്ലെറ്റും മാലയും എല്ലാം സെറ്റായിട്ടും നമുക്കിത് വെച്ച് ഈ ബീഡ് കുറച്ചുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. പഴയ ബീഡ്സൊക്കെ നമുക്ക് കളയാണ്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഷുഗർ ബീഡ് ആവണം ഇത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കേണ്ടത്, എന്നാലേ അത് ആ ഒരു ഭംഗിയിൽ നിൽക്കുള്ളൂ. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്കത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം, ഒന്ന് ഉണങ്ങിയെടുക്കാൻ കിട്ടാനായിട്ട്. അങ്ങനെ ഞാൻ 4 ബീഡ്സും ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പിങ്ക് കളറും ഗ്രീൻ കളറുമായിട്ട്. ഇനി നമുക്കിത് കമ്മലായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഐ പിന്നിലോട്ട് ആദ്യം ആ ചെറിയ ബീഡ്, പച്ച കളറിൽ കുറച്ച് ചെറിയ ബീഡ്, അതിനുശേഷം ആ വലിയ ബീഡ്, ആ രീതിയിൽ കോർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് അതിനൊന്ന് വളച്ചൊരു ഹൂപ്പാക്കി എടുക്കണം. അതിനാദ്യമായിട്ട് റൈറ്റിലേക്ക് ഒന്ന് വളച്ചിട്ട് തിരിച്ച് അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് എടുക്കാം. അപ്പോൾ അത് ശരിക്കും ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഫുള്ളായിട്ട് പ്രസ്സാക്കരുത്, നമ്മുടെ ഇയർ ഹൂക്ക് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് ശേഷം അത് പ്രസ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആ ഇയർ ഹൂക്ക് ഇട്ടതിന് ശേഷം അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് നമ്മുടെ കമ്മൽ റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ ചിലവ് കുറഞ്ഞ് വളരെ എളുപ്പം പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഡെയിലി സ്കൂളിലേക്ക് ഇട്ട് കൊടുത്ത് വിടാനും എല്ലാം പറ്റും. നമുക്ക് തന്നെ ചെയ്യാം. കടയിൽ നിന്ന് കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പഴയ ബീഡും ഷുഗർ ബീഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് അടുത്തത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അത് സെറ്റാക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അത് വിട്ടു പോവല്ല, എന്നാലും അത് നമ്മുടെ കയ്യിൽ നിന്ന് കൊട്ടിപ്പിടിക്കും. നമ്മുടെ കയ്യിൽ പശയുണ്ടെങ്കിൽ. അങ്ങനെ നമ്മുടെ 2 കമ്മലും ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. നല്ല നമ്മൾ കോൺട്രാസ്റ്റ് കളറൊക്കെ എടുത്താൽ നല്ല രസമുണ്ടാവും. 2 ബീഡിനും സെയിം കളർ എടുത്താലും ഭംഗിയൊക്കെ ഉണ്ടാവും. നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ എങ്ങനെ വേണമെങ്കിലും അത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്നുകൂടി പറയുകയാണ് ഞാൻ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും എംബ്രോയ്ഡറിയുടെ ഒക്കെ വീഡിയോസ് ഉണ്ട്. എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.